ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ദുർമാർഗങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. സന്മാർഗത്തിൽ കൂടിയാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ മനഃശാന്തി നമ്മളുടെ സ്വഭാവമായി തീരും. അതിനാൽ നാം വളരെ ശ്രദ്ധയോടുകൂടി എപ്പോഴും നല്ല കാര്യങ്ങളെ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ല പ്രവൃത്തിയും ചെയ്താൽ മാത്രമേ നമുക്ക് അന്തർശാന്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, വിട്ടുമാറിയിടില്ല അനർത്ഥം മാനം, കെട്ടമാർഗത്തിൽ ചരിച്ചാൽ രാഗരോഗങ്ങൾ മതിക്കുന്ന ചിത്തത്തിൽ വേരോടുകില്ല ആത്മശാന്തി. നമുക്ക് ആത്മശാന്തി ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ രാഗദ്വേഷങ്ങളില്ലാത്ത ശാന്തമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടേണ്ടതാണ്. വിട്ടുമാറിയില്ല അനർത്ഥം. നമുക്ക് അനർത്ഥം ഒരിക്കലും വിട്ടുമാറുകയില്ല. മനം കെട്ട മാർഗത്തിൽ ചലിക്കൽ. മനസ്സ് വേണ്ടാത്ത വഴിയിൽ കൂടി, കെട്ട മാർഗത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ ദുഷിച്ച മാർഗത്തിൽ കൂടി നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയാണെങ്കിൽ വിട്ടുമാറിയിടില്ല അനർത്ഥം. അനർത്ഥം ഒരിക്കലും വിട്ടുമാറുകയില്ല. കെട്ട മാർഗത്തിലൂടെ മനസ്സ് സഞ്ചരിക്കുകയാണെങ്കിൽ. എത്ര ലളിതമായിട്ടാണ്, എത്ര വലിയ തത്വരത്നമാണ് വാസ്തവത്തിൽ ഈ പദ്യത്തിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. വിട്ടുമാറിയില്ല അനർത്ഥം മാനം, കെട്ട മാർഗത്തിൽ ചരിച്ചാൽ രാഗരോഗങ്ങൾ മതിക്കുന്ന ചിത്തത്തിൽ. രാഗം, ദ്വേഷം, മതം, മാത്സര്യം, അഹങ്കാരം മുതലായ വികാരങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ആത്മശാന്തി എങ്ങനെ ലഭിക്കാനാണ്? ഒരിക്കലും നമുക്ക് ആത്മശാന്തി കൈവരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സെപ്പോഴും ഉത്കൃഷ്ടമായ മാർഗത്തിലൂടെ വേണം തിരിച്ചുവിടാൻ എന്നും. വിട്ടുമാറിയിടില്ല അനർത്ഥം മാനം, കെട്ട മാർഗത്തിൽ ചരിക്കിൽ രാഗരോഗങ്ങൾ മതിക്കുന്ന ചിത്തത്തിൽ വേരോടുകില്ല ആത്മശാന്തി.